ചുരിദാർ തയ്ക്കുന്നതിൻ്റെ 4ാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന ചുരിദാറിൻ്റെ കൈ നമ്മൾ പിടിപ്പിക്കുക. കൈ പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ആ കൈ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡർ ഫ്രണ്ടും ബാക്കും കൂടെ നമ്മൾ കൂട്ടി പിടിപ്പിച്ചിട്ടില്ലേ, ആ കൈക്കുഴിയുടെ അവിടെ തൊട്ട് നമ്മൾ ആ സെൻറ്റർ വെച്ചൊന്ന് അളന്ന് നോക്കണം. കറക്റ്റ് ആണോ അതോ ഇച്ചിരി കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടത് വെച്ചിട്ട് ശേഷം നമ്മൾ ആ നടുക്കുന്ന് അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വലിക്കരുത്, അതേപോലെ കൈക്കുഴിയും വലിക്കരുത്. നമ്മൾ കൈ വെട്ടിയതും വലിക്കാതെ നമ്മൾ കറക്റ്റായിട്ടത് ജോയിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ഒന്നടിച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾ രണ്ടടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ഒന്നടിച്ചാൽ മതി. നമ്മളങ്ങനെ അത് കൈയുടെ 2 സൈഡും നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ചിട്ട് നമ്മൾ നോക്കണം കറക്റ്റാണോ അതോ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം കൂട്ടിപ്പിടിപ്പിക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കൈയുടെ 2 സൈഡും അടിച്ചതിന് ശേഷം നമ്മളത് ഒന്ന് കറക്റ്റാക്കി അതിൻ്റെ ചുളിവൊക്കെ നിവർത്തൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലെ കൈയും വെച്ച് പിടിപ്പിക്കണം. അപ്പം കൈ വെച്ച് പിടിപ്പിക്കുന്നതിനപ്പുറം നമ്മൾ ആ കൈ 2ആയിട്ടൊന്ന് മടക്കി അതിൻ്റെ നടുക്ക് നമ്മളൊരു മാർക്ക് ചെയ്തതിന് ശേഷം ആ നടുക്ക് മാർക്ക് ചെയ്തതാണ് നമ്മൾ ആ ജോയിൻ ചെയ്ത ഭാഗത്ത് വെക്കുന്നത്. എന്നിട്ട് 2 സൈഡിൽ നിന്നും അടിച്ച് നമ്മൾ കൈയുടെ 2 കൈയുടെ തയ്യൽ നമുക്ക് തീർക്കാം. തയ്ച്ചതിന് ശേഷം നമ്മൾ 2 പീസും എടുത്ത് ശരിക്ക് അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ പീസിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇല്ലേ, അതിൻ്റെ നമ്മൾ ബോഡി പാർട്ടിനെ ഷേപ്പ് ചെയ്തതിന് ശേഷം ബാക്കി വശത്ത് നമ്മൾ തുണി വെച്ച് പിടിപ്പിക്കുവാണ്. തുണി വെച്ചിട്ട് അതൊരു ഒരു 1/2 ഇഞ്ച് വീതി മതി നമ്മൾ മടക്കി വരുമ്പോഴേ. എന്നിട്ട് നമ്മൾ തുണി വെച്ച് അടിച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് നല്ലതായിട്ട് മടക്കി നമ്മൾ അടിച്ച് അതിനോട് കൂടി ചേർക്കണം. അത് നമ്മൾ ബോഡി ഷേപ്പ് എവിടെ വെക്കുന്നോ അതുവരെ മതി, മുഴുവൻ സ്ഥലത്തേക്കും വെക്കരുത്. നമ്മുടെ ബോഡി ഷേപ്പ് തീരുന്നവരെ താഴേക്കിങ്ങനെ 2 സൈഡിൽ നമ്മൾ പടിയടിച്ച് പിടിപ്പിക്കണം.
അങ്ങനെ പടി അടുപ്പിച്ച് പിടിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ 4 പീസിലും പിടിപ്പിക്കണം. ഫ്രണ്ട് പീസിലും പടി പിടിപ്പിക്കണം, ബാക്കി പീസിലും വേണം. അതുപോലെ തന്നെ 2 സൈഡിലെ ഫ്രണ്ട് പീസിലും ബാക്കി പീസിലും നമ്മൾ പടിയടിച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് മടക്കി അടിക്കുക എന്നുള്ള. പടിയടിച്ച് പിടിപ്പിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഓർത്തോണം, ഒരു വീതിയിലായിരിക്കണം അടിക്കുമ്പോൾ. അതുപോലെ തന്നെ അടിക്കുമ്പോൾ ചുളുങ്ങാതെ നോക്കിക്കോണേ. എന്നിട്ട് ഇനി നമുക്കിതിന് ചെയ്യാനുള്ളത് ഇന്ന് നമ്മളിങ്ങനെ പടിയും കൂടെ അടിച്ച് പിടിപ്പിച്ച് അത് മടക്കി അടിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലാണ് ബാക്കി ഭാഗം നമ്മൾ ചെയ്യുന്നത്. ഈ പടിയും കൂടെ അടിച്ച് പിടിപ്പിച്ച ശേഷം ഇനി നമുക്കാകെ ചെയ്യാനുള്ളത് ബോഡി ഷേപ്പ് അനുസരിച്ച് ഒരു മാർക്ക് ചെയ്തതിന് ശേഷം കൈയുടെ വണ്ണം എത്രയാണോ, കൈക്ക് എത്ര നീളം വേണോ അതൊക്കെ അനുസരിച്ച് കൈ നീളമൊക്കെ നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്ന ആ വണ്ണം എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമ്മളവിടെ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ആ ബോഡി കൈ കഴിഞ്ഞ് ബോഡിയിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ബോഡി ഷേപ്പോടുകൂടി അടിച്ച് നമ്മളിപ്പോൾ ചേർത്ത് പിടിപ്പിച്ചിരിക്കുന്ന കൊതയുടെ അവിടം വരെ നമ്മൾ നിർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന് 2 കാര്യം കൂടി ചെയ്താൽ മതി. ഇതിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കി, കൈവണ്ണവും നോക്കി നമ്മളങ്ങ് താഴെ വരെ ഒന്ന് അടിച്ച് എടുത്ത് പിന്നെ അടി മടക്കി അടിച്ച് ഇറക്കാനുസരിച്ച് അടി മടക്കി അടിച്ചാൽ മതി. നമ്മുടെ ചുരിദാറിൻ്റെ തയ്യൽ നാളെ കൊണ്ട് നമുക്ക് തീർക്കാം. അപ്പോൾ ഇതിന് മുമ്പത്തെ 3 ഭാഗം നിങ്ങളൊന്ന് കാണണേ, എന്നിട്ട് ഇത് കാണാവുള്ളേ. നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് പറഞ്ഞു തരാവേ. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ.